പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, ഇന്ന് നാം വിചിന്തനം ചെയ്യുന്ന തിരുവചനം അപ്പസ്തോല പ്രവർത്തനങ്ങൾ 8-ാം അധ്യായം 19-ാം തിരുവചനമാണ്. അപ്പസ്തോലന്മാരുടെ കൈവെപ്പ് വഴി പരിശുദ്ധാത്മാവ് നൽകപ്പെടുന്നത് കണ്ടിട്ട് മാന്ത്രിക വിദ്യകൾ നടത്തിക്കൊണ്ടിരുന്ന ശിമയോൻ പണം കൊടുത്തുകൊണ്ട് അപ്പസ്തോലന്മാരോട് പറയുകയാണ്, ഞാൻ ആരുടെ മേൽ കൈവച്ചാലും അവർക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കത്തക്കവണ്ണം ഈ ശക്തി എനിക്കും തരിക എന്ന്. അതിനു മറുപടിയായിട്ട് വിശുദ്ധ പത്രോസ്ലീഹ പറയുന്നത്, നിന്റെ വെള്ളിത്തൊട്ടുകൾ നിന്നോടുകൂടെ നശിക്കട്ടെ. ദൈവത്തിൻ്റെ ദാനം പണം കൊടുത്തു വാങ്ങാമെന്ന് നീ വ്യാമോഹിച്ചു എന്നാണ്. അപ്പോൾ ദൈവത്തിൻ്റെ ദാനമാണ് പരിശുദ്ധാത്മാവ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്കെല്ലാവർക്കും ലഭിക്കുന്നുണ്ട്. പരിശുദ്ധാത്മാവിനെ നിർവീര്യമാക്കാതെ നമുക്ക് ലഭിച്ചിരിക്കുന്ന പരിശുദ്ധാത്മാവിനെ നാം ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവ് നമ്മളിൽ വന്ന് നിറയുമ്പോൾ നാം ധൈര്യമുള്ളവരാകുകയും ശക്തി പ്രാപിക്കുകയും ദൈവവചനം ശക്തമായ രീതിയിൽ പ്രഘോഷിക്കുകയും ചെയ്യും. എന്നാൽ ഈ പരിശുദ്ധാത്മാവിനെ പണം കൊടുത്തു വാങ്ങാൻ സാധിക്കുകയില്ല. പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ പ്രാർത്ഥിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകുന്നത്. നമ്മുടെ മക്കൾ നമ്മളോട് എന്ത് ചോദിച്ചാലും നാം അത് അവർക്ക് സമൃദ്ധമായിട്ട് തന്നെ കൊടുക്കും. അത് ദുഷ്ടരായ നാം അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ സ്വർഗസ്ഥനായ പിതാവിനോട് നാം പരിശുദ്ധാത്മാവിന് വേണ്ടി യാചിച്ചാൽ, അപേക്ഷിച്ചാൽ എത്രയോ അധികമായി നമുക്ക് പരിശുദ്ധാത്മാവിനെ ദൈവം നൽകും. ഈ ലോകത്തിൽ ഒരു വ്യക്തിക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് പരിശുദ്ധാത്മാവ്. ദൈവത്തിൻ്റെ ദാനമാണ് ഈ പരിശുദ്ധാത്മാവ്. ജോയൽ പ്രവാചകനിലൂടെ കർത്താവ് അരുളി ചെയ്തിട്ടുണ്ട്, എല്ലാവരുടെയും മേൽ ഞാൻ എൻ്റെ ആത്മാവിനെ വർഷിക്കും എന്ന്. മാമോദീസായിലൂടെ നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കുന്നുണ്ട്. എന്നാൽ പരിശുദ്ധാത്മാവിനെ നാം പലപ്പോഴും ഉജ്ജ്വലിപ്പിക്കാതെ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് മന്ദഗതിയിൽ പ്രവർത്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് നാം നീങ്ങാറുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രചോദനമനുസരിച്ച് നാം ജീവിക്കാതെ വരുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മിൽ നിന്ന് അകന്നു പോകുന്ന ഒരനുഭവമായിരിക്കും നമുക്കുണ്ടാകുന്നത്. ലോകത്തിൻ്റെ ശക്തിക്ക് അനുസൃതമായി നാം മുന്നോട്ട് പോകുമ്പോൾ, പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയെ തള്ളിക്കളയുമ്പോൾ നമുക്ക് പരിശുദ്ധാത്മാവിൻ്റെ സഹായം ജീവിതത്തിൽ ലഭിക്കുകയില്ല. നമുക്ക് ശക്തിയും ധൈര്യവുമില്ലാതെ നിരാശയിലേക്ക് നാം മുന്നോട്ട് പോകുകയും ചെയ്യും. നമുക്ക് പരിശുദ്ധാത്മാവിനെ ലഭിക്കണമെങ്കിൽ ആദ്യമേ നമുക്ക് വേണ്ടത് ഹൃദയ വിശുദ്ധിയാണ്. വിശുദ്ധിയുള്ളിടത്ത് മാത്രമേ പരിശുദ്ധാത്മാവിന് വസിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതിനായിട്ട് നാം അനുദപിച്ച്, ചെയ്തു പോയ പാപങ്ങളെക്കുറിച്ച് അനുദപിച്ച് വീണ്ടും പാപം ചെയ്യാതിരിക്കാനുള്ള ഒരു തീരുമാനമെടുത്ത് അനുരഞ്ജന കൂദാശ വഴി ദൈവത്തിങ്കിലേക്ക് അടുക്കുകയാണ് നാം ആദ്യം ചെയ്യേണ്ടത്. അപ്പോൾ ഹൃദയ വിശുദ്ധി ലഭിച്ചു കഴിയുമ്പോൾ പരിശുദ്ധാത്മാവിന് വേണ്ടി ദാഹത്തോടെ ദൈവത്തോട് പ്രാർത്ഥിക്കാൻ നമുക്ക് സാധിക്കും. അങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം സമൃദ്ധമായി പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകുകയും ചെയ്യും. ആ പരിശുദ്ധാത്മാവിനെ നാം നിരന്തരം ഉജ്ജ്വലിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയനുസരിച്ച് നമ്മുടെ ജീവിതത്തെ നാം ക്രമീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന വ്യക്തികളായി നാം മാറും. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ദൈവം നമ്മെ ഓരോരുത്തരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.